ഏപ്രിൽ 4 വലിയ ശനിയാഴ്ച. വിശുദ്ധ അൽഫോൺസ് ലിഗോറി, റെഡംപ്റ്ററി സന്യാസഭയുടെ സ്ഥാപകൻ, യേശുവിൻ്റെ പീഡാനുഭവവും മരണവും തൻ്റെ ജീവിതാവസാനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി: ദിവ്യ വീണ്ടെടുപ്പുകാരൻ്റെ സ്നേഹത്തിൽ ഞാൻ എല്ലാം കണ്ടെത്തി. വീണ്ടെടുപ്പുകാരൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും ദൃശ്യമായ പ്രകടനം അവിടുത്തെ പീഡാനുഭവവും മരണവുമാണ്. പലപ്പോഴും അൽഫോൺസ് ലിഗോറി അതിനെക്കുറിച്ച് ചിന്തിക്കുകയും എഴുതുകയും ചെയ്തു. യേശുവിനെ എങ്ങനെ സ്നേഹിക്കാം എന്ന് ചിലർ ചോദിക്കുന്നു. അതിനുള്ള ഏറ്റവും നല്ല ഉത്തരം അവിടുത്തെ പീഡാനുഭവത്തെയും മരണത്തെയും കുറിച്ച് ധ്യാനിക്കുക എന്നതാണ്. അൽഫോൺസസിന് 77 വയസ്സുള്ളപ്പോൾ അദ്ദേഹം പീഡാനുഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ ചിന്തകൾ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി. ഒരു സുഹൃത്തിനു വേണ്ടി നമ്മൾ പരിക്കുകളും മോശമായ പെരുമാറ്റവും സഹിക്കുമ്പോൾ, നമ്മുടെ സുഹൃത്ത് നമ്മോട് നിത്യമായി കടപ്പെട്ടിരിക്കുന്നെന്ന് പറയുമ്പോൾ നമ്മൾ എത്രമാത്രം സന്തോഷിക്കും. അവൻ എപ്പോഴും അത് ഓർമ്മിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. അവൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അത് യേശുവിനെയും സന്തോഷിപ്പിക്കുന്നു. നമ്മോടുള്ള യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് ഒരു പുസ്തകമോ പ്രസംഗമോ ആവശ്യമില്ല. ക്രൂശിത രൂപം നോക്കി ധ്യാനിക്കുക. യേശു മനുഷ്യരൂപം സ്വീകരിച്ചതിൻ്റെ കാരണം ആദാമിൻ്റെ പാപത്താൽ മുഴുവൻ മനുഷ്യവംശവും നാശത്തിലേക്ക് വീണു. മനുഷ്യന് സംഭവിച്ച പരിക്കിന് നഷ്ടപരിഹാരം നൽകാൻ കഴിയാത്തതിനാൽ ദൈവപുത്രൻ അതിൻ്റെ ശിക്ഷ സ്വയം ഏറ്റെടുക്കുന്നു. എളിമയുടെയും ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെ ഒടുവിൽ മരണത്തിൻ്റെ ഉയർപ്പെഴുന്നേൽപ്പിലൂടെ അവൻ സംതൃപ്തി കണ്ടെത്തി. നമ്മുടെ രക്ഷയ്ക്ക് 2 വഴികളുണ്ടായിരുന്നു. ഒന്ന് സന്തോഷത്തിൻ്റെയും മഹത്വത്തിൻ്റെയും, മറ്റൊന്ന് വേദനയുടെയും അപമാനത്തിൻ്റെയും. യേശു രണ്ടാമത്തെ തിരഞ്ഞെടുത്തു. അങ്ങനെ അവന് ദൈവിക നീതിയെ തൃപ്തിപ്പെടുത്താനും എല്ലാ ഹൃദയങ്ങളെയും തന്നിലേക്ക് ആകർഷിക്കാനും കഴിയും. പഴയ നിയമത്തിൽ നമുക്ക് ബലിയാടിൻ്റെ ഉദാഹരണമുണ്ട്. ലേവ്യരുടെ പുസ്തകം 16 അധ്യായം 1 മുതൽ 28 വരെ വാക്യങ്ങളിൽ. അത് നമ്മുടെ രക്ഷകന്റെ ഒരു രൂപമായിരുന്നു. യേശു ഒരു പാപിയുടെ സ്വഭാവം സ്വയം സ്വീകരിച്ചു. പാപികൾ മൂലമുള്ള വേദനകൾ സഹിച്ചു. ഒരു പിത്തള സർപ്പത്തിൻ്റെ രൂപവും പഴയ നിയമത്തിലുണ്ട്. സംഖ്യാപുസ്തകം 21:8, യോഹന്നാൻ 3:14-15. ഏറ്റവും ലജ്ജാകരവും വേദനാജനകവുമായതിനാൽ യേശു കുരിശിലെ മരണം തിരഞ്ഞെടുത്തു. നമ്മുടെ വസ്ത്രം അഴിച്ചു മാറ്റി നമ്മുടെ അത്യാഗ്രഹത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ അവൻ തീരുമാനിച്ചു. നമ്മുടെ അഭിമാനത്തിനു വേണ്ടി അവൻ അപമാനങ്ങൾ സഹിച്ചു. നമ്മുടെ അധികാരമോഹത്തിനായി അവൻ തന്നെ വധശിക്ഷയ്ക്ക് സമർപ്പിച്ചു. നമ്മുടെ ദുഷ്ടചിന്തകൾക്കായി മുൾക്കിരീടത്തിനായി സ്വയം സമർപ്പിച്ചു. നമ്മുടെ അമിതമായ ഭക്ഷണപാനീയ ആസക്തിക്കായി അവിടുന്ന് ഉപവസിച്ചു. നമ്മുടെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് അവൻ്റെ ശരീരത്തിലെ എല്ലാ വേദനകളും സമർപ്പിച്ചു. നിത്യമരണത്തിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ അവൻ മരണിച്ചു. യേശുവിൻ്റെ മരണം ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് കാണിക്കുന്നു. യോഹന്നാൻ 3:16. പ്രിയപ്പെട്ടവരെ, നാം കുരിശിനെ ധ്യാനിക്കുമ്പോൾ ദൈവത്തെ അല്ലാതെ മറ്റാരെയും നമുക്ക് എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? അവനോട് നന്ദിയുള്ളവരായിരിക്കും എന്നതല്ലാതെ മറ്റെന്തെങ്കിലും നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8:28 പറയുന്നത് പോലെ, അപമാനം, രോഗം, ദാരിദ്ര്യം, പീഡനങ്ങൾ എന്നിവ അവയിൽ തന്നെ തിന്മകളല്ല. പിന്നെയോ ക്ഷമയോടെ കഷ്ടപ്പെടുന്നവർക്ക് ദൈവം അവയെല്ലാം അനുഗ്രഹങ്ങളാക്കി മാറ്റുന്നു. ചിന്തകൾ എടുത്തിരിക്കുന്നത്
ഹാർട്ട് കോൾസ് ടു ഹാർട്ട് എന്ന പുസ്തകത്തിൽ നിന്നാണ്. എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.